ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. നേരത്തെ 19th സ്റ്റോപ്പേജ് എഡ്മണ്ടിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിരുന്നു. അതായത് എഡ്മണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണ്, പേഴ്സണൽ ടേംസ് ഒക്കെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു 19th സ്റ്റോപ്പേജ് സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റ് അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇന്നലെ മാർക്കസ് മെർഗുലാവോ ഒരു സ്ഥിരീകരണം നടത്തി. എഡ്മണ്ട് ഈസ്റ്റ് ബംഗാളിലേക്കാണ് പോകുന്നത്. അക്കാര്യം ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുണ്ട്. ഇന്റർ കാശ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എഡ്മണ്ട് ക്ലബ്ബ് വിട്ട കാര്യം. ഈസ്റ്റ് ബംഗാൾ ഈയൊരു ഇന്ത്യൻ സൂപ്പർ താരത്തെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ഇരുന്ന ഒരു താരം എങ്ങനെയാണ് പെട്ടെന്ന് ഈസ്റ്റ് ബംഗാളിൽ എത്തിയത്? അതിനുള്ള വിശദീകരണം 19th സ്റ്റോപ്പേജിന്റെ ധനഞ്ജയ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ഒരു ഘട്ടത്തിൽ എഡ്മണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതിന്റെ തൊട്ടരികിലായിരുന്നു. ആ ഒരു ഡീൽ കംപ്ലീറ്റ് ആയ പോലെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് കാത്തിരിക്കാം എന്ന് കരുതി. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു വെയിറ്റിംഗ് ഗെയിം അത് നല്ല രൂപത്തിലല്ല പുരോഗമിച്ചത്. ആ സന്ദർഭത്തിലാണ് ഈസ്റ്റ് ബംഗാൾ കടന്നു വരുന്നത്. അങ്ങനെ ഈസ്റ്റ് ബംഗാൾ മികച്ച ഒരു ഓഫർ താരത്തിന് വേണ്ടി നൽകി എന്നുള്ളതാണ്. അങ്ങനെ താരത്തെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞു. പേഴ്സണൽ ടേംസ് ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല. അതായത് ഈസ്റ്റ് ബംഗാളിലേക്ക് പോവാനും എഡ്മണ്ട് തയ്യാറായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും എഡ്മണ്ടിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു കാത്തിരിപ്പ് അഥവാ വെയിറ്റിംഗ് ഗെയിം അത് പണി പറ്റിച്ചു എന്ന് തന്നെയാണ് ധനഞ്ജയ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഒരുപാട് സൂപ്പർ താരങ്ങളെ വാരിക്കൂട്ടുന്ന തിരക്കിലാണ് ഈസ്റ്റ് ബംഗാൾ ഉള്ളത്. വലിയ രൂപത്തിൽ പണം ചിലവഴിക്കാൻ ഈസ്റ്റ് ബംഗാൾ തയ്യാറായി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.